കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോ കിട്ടും. സത്യമാണ് ഞാൻ പറയണ. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കേട്ടിട്ടുണ്ട് മൂക്കട്ടമ്മേ ആദ്യമായിട്ടാ കേൾക്കുന്നേ. ഞാൻ ചിരിച്ചു പോയനെ. കഴിഞ്ഞ വീഡിയോയിൽ സജീവ് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ. ഈ പൊടിയോ എന്താണ് എനിക്ക് അറിയുന്നത് പോലും ഇല്ല. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നല്ലോ പറഞ്ഞത്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ദുബായിൽ വന്നിട്ട് ഗ്ലൂട്ടാത്തയോൺ എടുക്കാൻ പറ്റാണ്ട് എന്റെ ദൈവമേ ഒരു സമാധാനവും തന്നിട്ടില്ല. എന്താ ഉറക്കം വരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ഏതോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എടാ എനിക്ക് ഗ്ലൂട്ടാത്തയോൺ എടുക്കണോടെ കുറച്ച് പൈസ കൊടുക്കുവാണെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവള് അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവള് കടം വാങ്ങിക്കുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മക്കൾക്ക് ചെലവിനെടുക്കാൻ പോലും പൈസ ഉള്ളത് എന്തൊക്കെയാണ് ഈ പറയുന്നത്. ഈ പൂക്കുറ്റിയുടെ പൈസ ഉണ്ട്, അതുകൊണ്ടാണ് പൂക്കുറ്റി പച്ചക്കറി മീനും മക്കളുടെ ഫീസും എല്ലാം വടയും എല്ലാം കൊടുക്കുമായിരുന്നു. റസൂല് പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നിനക്കുള്ള അച്ഛനാങ്ങളമാര് ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അമ്പട്ട പൂക്കുറ്റി. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അപ്പം പേര് പോലെ തന്നെ പൂക്കുറ്റി. എവിടെ ഗ്യാപ്പ് കയറ്റിയാലും അവിടെ കുറ്റിയടിക്ക് നിൽക്കുന്ന ടീമാണെന്ന് തോന്നിട്ടോ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സജിന് പറയുന്നത് എന്റെ പൂക്കുറ്റിയൊക്കെ അങ്ങനൊന്നും അല്ല, ഇത് ശുദ്ധ പ്രണയമാണ്, ശുദ്ധ പ്രണയം. അല്ല പൂക്കുറ്റി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഥ ഒരു സിനിമ ആക്കിക്കൂടെ? സിനിമയുടെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം, കുറ്റിയിൽ വിരിഞ്ഞ പൂവ്. ഇയാള് ഇല്ലാത്ത സമയത്ത് ആ സ്റ്റുഡിയോയിൽ അയാളുടെ കസേര കയറി ഇരിക്കുക, കറങ്ങുക. ആ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. സജനന എന്നിട്ട് ബിസിനസ്സിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ മൂന്നരും ഈ രാവിലെ എഴുന്നേറ്റിട്ട് എന്താണ് സൂറത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇത് തപ്പിയൊക്കെ വൈകുന്നേരം ഇവര് രണ്ടുപേരും റൂമിലാ. ഇവര് ഭയങ്കര എൻജോയ്മെന്റാ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ ദുബായിൽ വന്ന സജന എന്താണ് എപ്പൊ നോക്കിയാലും എന്റെ ഇക്ക വിളിച്ചില്ല, എന്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല, എന്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല എന്ന് പറയും. ഭയങ്കര ബഹളം. ഇവൾക്ക് ഈ ബിസിനസിന്റെ കാര്യത്തിലൊന്നും അല്ല ശ്രദ്ധ. അതിന്റെ ഇടയിൽ ഇയാൾ എന്നെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സജന തലവേദനയാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, എനിക്ക് പുള്ളിക്കാരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഇവള് വല്ലാത്തൊരു ക്യാരക്ടറാണ്, ടോക്സിക് ക്യാരക്ടറാണ് എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിഹിതമാണെങ്കിലും അതിനകത്തിടുന്ന എഫേർട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നിങ്ങളെ കാണാതെ പോകരുത് കേട്ടോ. അങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. ഭയങ്കര കമ്മിറ്റ്മെന്റാ. ഊണിലും ഉറക്കത്തിലും പൂക്കുറ്റി എന്നൊരു ചിന്ത മാത്രം. എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. പൂക്കുട്ടിയെ ചിന്തിക്കുന്നത് പൂക്കുറ്റിക്കായ കാണാൻ കുറ്റിപ്പുറയ്ക്കൂല. എത്ര പരിശുദ്ധമായ അവിഹിതം. സ്വാർത്ഥമതി. ഒരു കുറ്റി മാത്രം ഞാൻ നിനക്കായി വെക്കാം, ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ പൊട്ടിക്കുവാൻ. വയലാറെഴുതു ഇതുപോലെ സജിന തേരെ സജിന. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാണുന്നുണ്ടെങ്കിൽ ഈ വട്ടത്തെ കേരള ഫിലിം സ്റ്റേറ്റ് അവാർഡിൽ സജിനയുടെ പേരും കൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം. കാര്യം ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ച, റിയൽ ലൈഫിലൊക്കെ കാഴ്ചവെച്ച ഒരു ആക്ടർ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദമു
എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഏറ്റവും കുറഞ്ഞത് ഏറ്റവും മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡെങ്കിലും പുള്ളിക്കാരത്തേക്ക് കൊടുക്കണം. അത് അർഹയാണ് അത്ര അത്രയും മികച്ച സ്വഭാവമാണ് നടിക്കുള്ളത്. അത് കൊടുത്തില്ലെങ്കിൽ കേരളത്തിനാണ് നഷ്ടം. സിനിമയിലൊന്നും അഭിനയിച്ചില്ലെങ്കിൽ പോലും ജീവിതത്തിലുള്ള അഭിനയം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.